ഇപ്പോൾ നമ്മൾ റോഷിപ്പാലിലേക്ക് പോകുന്നു. റോഷിപ്പാലുള്ളത് ക്യാമ്പിലാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ബെയിലി പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ്. പാല നിർമ്മാണം ഏകദേശം പൂർത്തിയായി വരുന്നു. റോഷിപ്പാലുള്ളത് ക്യാമ്പിലാണ്. നിരവധി മനുഷ്യരാണ്. 1582 പേരെയാണ് കഴിഞ്ഞ 48 മണിക്കൂർ കൊണ്ട് നമുക്ക് രക്ഷിച്ച് ജീവിതത്തിലേക്ക് മടക്കാൻ സാധിച്ചത്. ചൂരൽമലയിലാണ് ഇപ്പോൾ റോഷിപ്പാലുള്ളത്. റോഷിപ്പാൽ പറയൂ, ചൂരൽമലയിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ആരൊക്കെയാണ്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇന്നത്തെ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുക? റോഷിപ്പാൽ. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ നേരത്തെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ നടത്താനിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്ലാൻ അത് കൃത്യമായി നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അതിൽ ഈ ഇന്ത്യൻ നേവിയും ഒപ്പം തന്നെ NDRF-ഉം പോലീസ് അടക്കമുള്ള ഒപ്പം നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തകരും പ്രത്യേക പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള സംഘം, അതിനൊപ്പമാണ് K9-ൻ്റെയും മിലിറ്ററിയുടെയും പ്രത്യേക ഡോഗ് സ്ക്വാഡും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാന പോലീസിലെ K9 വിഭാഗത്തിലെ 3 പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് അവർ ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് 3 ഡോഗ് ഉൾപ്പെടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത്. ഇന്നലെ 3 ഡോഗായിരുന്നു. ഇന്ന് ആ സെയിം ഡോഗുകൾ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ പരിശീലനം ലഭിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണ്. അതെ. ഇത് 2 ഡോഗുകൾ മായ മർഫി കടാവർ ഡോഗുകളാണ്. ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ മാഗി. അപ്പോൾ നമുക്ക് ഇവർ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇതേപോലെ പല ഡ്യൂട്ടികളും ഇവർ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇവർ. അപ്പോൾ ഇന്നലെ അതേപോലെ നമ്മൾ പല സ്പോട്ടുകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റിക്കവറി ലഭിച്ചിട്ടുണ്ട്. ഇനി റിക്കവറി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിഷനറി അവിടെ എത്തിയിട്ട് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇവർ കണ്ടെത്തും. നമുക്ക് കൂടുതൽ മെഷീനറി വെച്ചുകൊണ്ട് ആളുകളെ ഈ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും പുറത്തേക്ക് മണ്ണിനടിയിൽ എത്ര ആഴത്തിൽ പൂണ്ടവരെ തിരിച്ചറിയാൻ സാധിക്കും? മായക്കും മറഫിക്കുമെന്ന് കൂടി ഒന്ന് ചോദിക്കും. എത്ര അടി താഴ്ചയിലുള്ളവരെ മണം പിടിക്കാൻ സാധിക്കും? ഈ എത്ര താഴ്ചയിൽ, മണ്ണിനടിയിൽ എത്ര അടിയിൽ താഴ്ചയിലുള്ള ആളുകളെ ഈ ഇവർക്ക് 3 പേർക്കും കണ്ടെത്താൻ കഴിയും? ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം 20-25 അടി താഴ്ചയെന്ന് വരെ നമ്മൾ ഇപ്പോൾ പെട്ടിമുടി, കൊക്കയാറ് അതേപോലെ സ്ഥലത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് റിസൾട്ട്. പിന്നെ അവിടുത്തെ ആ ടെറൈനല്ല ഇപ്പോൾ ഇവിടെ ഇത്തിരി വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പുകൾ കുറവായിരിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ സ്മെല്ല് ഈ വെള്ളത്തിലൂടെ ഒഴുകി വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തിരി വൈഡായിട്ടുള്ള ഏരിയ നമുക്ക് സ്പോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെല്ലുവിളി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള മെയിൻ പെട്ടിമുടിയും കൊക്കയാറാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും വളരെ ഭയാനകമായിട്ട് തന്നെ, കാരണം അവിടെ ചെറിയൊരു സ്പോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ കണക്കാണ് ഇതിന്റെ ഒരു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണത്. കഡാവർ ഡോഗുകൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മായയും മർഫിയുമാണ്. 20 അടി താഴ്ചയിലുള്ള മനുഷ്യ സാന്നിധ്യം പോലും ഈ കഡാവർ ഡോഗുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മളോട് വിശദീകരിക്കാൻ നമുക്കൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രി ഈ സംഭവ സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എത്തിയ